ഹലോ ഓൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതായത് സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ജീവിതമൊക്കെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാർക്ക് പൊതുവെ ബാക്ക് ടു സ്കൂൾ സമയം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ടഫായിട്ടുള്ള ഒരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങൾക്കുള്ള ബാക്ക് ടു സ്കൂൾ കിറ്റ് ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണസ്റ്റ്ലി സേയിങ്, അതിന് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പോസ്റ്റിന് ആരെങ്കിലും അത് കണ്ടിട്ട് തിരിച്ചെന്നെ റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ തന്നെ ആരെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏതെങ്കിലും 2 കുഞ്ഞുങ്ങൾക്കും കൂടി ഏതെങ്കിലും സിംഗിൾ മദറായിട്ടുള്ള അമ്മമാർക്ക് ആ ഒരു ടഫ് സമയം, ഫിനാൻഷ്യലി ടഫായിട്ടുള്ള ആ ഒരു സമയത്ത് എന്തെങ്കിലും അവർക്കൊരു സപ്പോർട്ടാകണം എന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ അങ്ങനെ ഒരു കാര്യം. ഒരു 2 കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ നമ്മുടെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ഞാൻ എൻ്റെ മകൾക്ക് വാങ്ങുമ്പോൾ ഒരു 2 കുഞ്ഞുങ്ങൾക്കും കൂടി എന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് 8 കുഞ്ഞുങ്ങളാണ് റെസ്പോണ്ട് ചെയ്തത്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസ് അല്ലെങ്കിൽ പാരൻസിനെ അറിയുന്ന ചില സുഹൃത്തുക്കൾ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല. അപ്പം ഞാൻ 8 പേര് ഒട്ടും വിചാരിച്ചില്ല. ഞാനൊരു 2 പേർക്ക് കൊടുക്കാനുള്ള ഒരു കണക്ക് കൂട്ടലിലായിരുന്നു. പക്ഷേ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മളെ സമീപിച്ചപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യണമല്ലോ. ഞാനങ്ങനെ 4 കുഞ്ഞുങ്ങൾക്കാണ് ഇപ്രാവശ്യം ബാക്ക് ടു സ്കൂൾ കിറ്റ് നൽകുന്നത്. ബാക്കി 4 കുഞ്ഞുങ്ങൾക്ക് നോട്ട്ബുക്സ് മാത്രമേ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മേ ബി നെക്സ്റ്റ് ഇയർ നമുക്കത് സെറ്റാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി 4 കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, ബാക്കി കാര്യം എനിക്ക് പറ്റാത്തത് എൻ്റെ സുഹൃത്തിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ആ കുഞ്ഞുങ്ങളുടെ കാര്യവും എന്നെ സമീപിച്ച ആ 8 കുഞ്ഞുങ്ങളുടെ കാര്യവും അവരുടെ ബാക്ക് ടു സ്കൂൾ കാര്യം നമുക്ക് സെറ്റാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. അതോടൊപ്പം അവർ പഠിച്ച് നല്ല മിടുക്കരായി അവരുടെ അമ്മമാർക്ക് അഭിമാനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.